മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, നോയമ്പ് തുടങ്ങി 38 ദിവസം ഇന്നത്തേക്ക് തികയുകയാണ്. സുവിശേഷ വായന വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13, 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുമുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിലെ ഈശോ നമ്മോട് 2 സന്ദേശങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം നമുക്കായിട്ട് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഉചിതമായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. 2, അനുതാപത്തിൻ്റെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അനുതപിച്ച് ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള അവസരം നമ്മൾ ഉപയോഗിക്കുക. ദൈവത്തിന് ഉചിതമായ സമയം എന്ന് നമ്മൾ പറയുമ്പോൾ, ഇന്നത്തെ ലൂക്കായുടെ സുവിശേഷം നമ്മൾ ആദ്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായത്തിൽ ഈശോ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി മഹാ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അനേകരെ ഈശോയെ രാജാവാക്കാനും സ്തുതിക്കാനും പുകഴ്ത്താനൊക്കെ തുടങ്ങിയപ്പോൾ ഈശോ അവിടെ നിന്ന് ആരും അറിയാതെ പിൻവാങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിൽ ഈശോ സിറിയയിലെ നാമാനെയാണ് ദൈവം സുഖപ്പെടുത്താൻ, കുഷ്ഠരോഗിയായ നാമാനെയാണ് ദൈവം സുഖപ്പെടുത്താൻ വിളിച്ചത്. ഇസ്രായേലിൽ നിന്ന് ആരെയും വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം കോപത്താൽ അവനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ, ഗിരിശൃംഗത്തിൽ നിന്ന് അവനെ തള്ളിയിടാനായിട്ട് തുനിഞ്ഞപ്പോൾ ഈശോ അവിടെ നിന്നും വളരെ കൂളായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 11-ാം അധ്യായത്തിൽ ഫരിസേയരും നിയമജ്ഞരും അവൻ തെറ്റ് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്നും ഈശോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് കാണാൻ സാധിക്കുക. 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് ഈശോയിൽ കുറ്റം ആരോപിക്കാനും അവനെ നശിപ്പിക്കാനും അവർ ആലോചിച്ചു കഴിഞ്ഞപ്പോഴും ഈശോ അവിടെ നിന്നും വളരെ സൗമ്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. പിന്നീട് 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുക ഈശോയെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്, സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള വിവാദം, അതുപോലെ സദുക്കായരെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദം. അവിടേക്ക് ഈശോ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് ആ കുടുക്കിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുക തന്നെയാണ്. ഹെരോദോസ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഈശോ പറയുക, ആ കുറുക്കനോട് പോയിട്ട് പറയുക, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ ഈശോ ഉചിതമായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്തും അവർ രാജാവാക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുക. ഈശോ അവിടെ നിന്നും വളരെ സൗമ്യമായിട്ട് അവിടെ ഇടയിൽ നിന്ന് നടന്നുപോയി എന്നാണ് പറയുക. ആ അവസരവും ഈശോ ഉപയോഗിച്ചില്ല. അപ്പോൾ ദൈവത്തിന് ഉചിതമായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, നമുക്കായിട്ട് നിശ്ചയിച്ച് തന്നിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോയ്ക്ക് എത്രമാത്രം അവസരങ്ങളാണ് ഒന്ന് രാജാവാകാനായിട്ട്, കുറേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ കയ്യടി നേടാനൊക്കെ ആയിട്ട് ഒത്തിരി അവസരങ്ങൾ ഈശോയുടെ മുമ്പിൽ വന്നിരുന്നു. പക്ഷേ ഈശോ ആ അവസരങ്ങളൊന്നും വിനിയോഗിച്ചില്ല. പല അവസരങ്ങളിലും ഈശോ മരണപ്പെടാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഈശോ ഭംഗിയായിട്ട് കൂളായിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഉചിതമായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഈശോ. അങ്ങനെയാണ് ജെറുസലമിലെ ഈശോ പീഡകൾ സഹിച്ച് കുരിശുമരണം മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത് മഹത്വപൂർണ്ണനായിട്ട് വരും നമ്മൾ കാണുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ കാത്തിരിപ്പ് വളരെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ദൈവത്തിന് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ എനിക്കിത് ലഭിക്കാത്തത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ, പ്രാർത്ഥിച്ചതാണല്ലോ, ധ്യാനത്തിന് പോയതാണല്ലോ, നൊയമ്പ് നോറ്റതാണല്ലോ, തീർത്ഥാടനം ചെയ്തതാണല്ലോ, ഉപവാസം എടുത്തതാണല്ലോ, എന്നിട്ട് എന്ത് ഇങ്ങനെ സംഭവിക്കണേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവം നമുക്കായിട്ട് നല്ലൊരു സമയം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയോട് കൂടിയിട്ട് അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട്, ദൈവസന്നിധിയിൽ വിലവുള്ളതായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്, ഞാൻ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു, പക്ഷേ നിങ്ങളതിനൊന്നും നിന്ന് തന്നില്ല.
അനുദപിക്കാത്തവരെ കുറിച്ചാണ് ഈശോ അവിടെ പറയുക. ഇന്നത്തെ ലേഖനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് തന്നെയാണ്. ദൈവം ദൂതന്മാരെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് പറയുക. ദൈവത്തിനെതിരെ മറുതലിച്ച ദൂതന്മാരെ പാതാള കുഴിയിലേക്ക് തള്ളുന്ന ദൈവത്തെയാണ് നമ്മൾ പത്രോസ്ലീഹ അവിടെ എടുത്ത് പറയുക. തുടർന്ന് പത്രോസ്ലീഹ പറയുക നോഹയുടെ പ്രളയത്തെക്കുറിച്ചാണ്. ദൈവത്തെ ധിക്കരിച്ച് പാപത്തിൻ്റെ ചെളുകുണ്ടിൽ ആണ്ടുപോയ ജനതയെ തകർത്ത് കളയുന്ന ദൈവം പക്ഷെ നീതിമാനായ നോഹയെ രക്ഷപ്പെടുത്തുന്നതാണ് കാണുക. പിന്നീടും പത്രോസ്ലീഹ പറയുക സോദോം ഗൊമോറ പട്ടണം നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുക. അവിടെയും പാപത്തിൻ്റെ ചെളികുത്തിൽ കിടന്ന് പെരണ്ട് നടന്ന ആ ജനതയെ ദൈവം നശിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പാപത്തിനെ അനുദപിച്ച് തിരിച്ച് ദൈവത്തിങ്കലേക്ക് നടന്നെടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ പല അവസരങ്ങളും നമുക്ക് ദൈവം നൽകുന്നുണ്ട്. ആ അവസരങ്ങൾ കണ്ടറിഞ്ഞ് അനുദപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹത്തിൽ ആയിരിക്കാൻ നമുക്ക് സാധിക്കുക. ഈ നോയമ്പ് കാലം വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ നോയമ്പിൽ നമ്മൾ പ്രവേശിച്ച് 38 ദിവസം പൂർത്തിയാക്കുമ്പോൾ പിന്നെ ഏതാനും ദിവസം കൂടിയാണ് കർത്താവിൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ. ആ സമയത്ത് നമുക്ക് ജീവിതത്തിൽ ദൈവം നൽകുന്ന ഉചിതമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ അനുതാപത്തിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല സംഭവങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് തിരിച്ചു നടക്കാനുള്ളൊരു അവസരമാണ്, ദൈവം എന്നെ തിരിച്ചു വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ വിളി സ്വീകരിച്ച് അനുതാപത്തോടു കൂടിയിട്ട് തൻ്റെ പഴയ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.